സൈബർ ഇടം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഉപകാരപ്രദമായ ഒരു മേഖലയാണ്. എന്നാൽ ഇന്ന് സൈബർ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ, സൈബർ ആക്രമണങ്ങൾ തുടങ്ങി വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒരു ഇടമായി സൈബർ ഇടങ്ങൾ മാറുകയാണ്. സൈബർ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലം. സുരക്ഷിതത്വം ഇല്ലാതാകുന്ന സൈബർ ഇടങ്ങളെക്കുറിച്ചാണ് നിലപാട് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ അനു തങ്കച്ചൻ, എന്നോടൊപ്പമുള്ളത് സണ്ണി പീറ്റർ, ജോർജ് ജോസഫ്. സണ്ണി, ജോർജ്, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു സൈബർ ആക്രമണത്തിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് വളരെ നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നത്. പക്ഷെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ചും, സൈബർ ആക്രമണങ്ങളിലൂടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും, വ്യക്തിഹത്യാപരമായ പരാമർശങ്ങളെ കുറിച്ചൊക്കെ നിരവധി കേസുകളും നിരവധി പരാതികളും വരുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ശരിക്കും സൈബർ ഇടം എന്ന് പറയുന്നത് തന്നെ വളരെ ഫലപ്രദമായ, എല്ലാവർക്കും തന്നെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വളരെ നല്ല ഉപകാരപ്രദമായ ഒരു മേഖലയാണ് സൈബർ ഇടം. എന്തൊക്കെയാണ് ഈ സൈബർ ഇടം ഇന്ന് സമൂഹത്തിന് നൽകുന്നത്? സൈബർ മേഖല നമ്മൾ എല്ലാ കാലത്തേക്കാളും വ്യത്യസ്തമായി വലിയൊരു ഏരിയ തുറന്നു കിട്ടിയ ഒരു ഇടമെന്ന് ഈ സൈബർ ഇടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ സ്പർശിക്കുന്ന ഒന്നായി സൈബർ ഇടം ഈ അടുത്ത കാലത്താണ് നമ്മൾ പുതിയ ഒരു മേഖലയായിട്ട് പല സെലിബ്രിറ്റികൾ, അതായത് സിനിമ മേഖല മാത്രമല്ല, അല്ലാതെ തന്നെയുള്ള പ്രശസ്തരായിട്ടുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പലരും ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സെലിബ്രിറ്റിയായി മാറിയതും ഈ സൈബർ ഇടങ്ങളിലൂടെയാണ്. അവരുടെ ചില പരാമർശങ്ങൾ, അതായത് സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടുള്ളത്. അതിനൊരു നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന് മുന്നേയുള്ള ഒരു നമുക്ക് ആശയവിനിമയമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് പത്രങ്ങള്, പിന്നീട് ടെലിവിഷൻ ചാനലുകൾ വന്നു. അങ്ങനെ ഒരു മാസ് മീഡിയ എന്നുള്ള രീതിയിൽ നമ്മൾ പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന ഒരു കൺസെപ്റ്റിനെ പൊളിച്ചുകൊണ്ടാണ് ഈ സൈബർ ഇടം കടന്നു വരുന്നത്. നമുക്കറിയാം, അതൊരു സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള വളരെ പിൻബലത്തോടെയാണ് പത്രങ്ങളോ അല്ലെങ്കിൽ ചാനലുകളോ ഒക്കെ പ്രവർത്തിച്ചു വന്നിരുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി കൺട്രോൾഡും അല്ലെങ്കിൽ ഒരു ചില ആളുകൾക്ക് മാത്രമായിട്ട് മാറ്റപ്പെട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ സൈബർ ഇടം അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം മാറി മറിയാണ്. ഒരു സാധാരണക്കാരന് പോലും തൻ്റെ അഭിപ്രായം ലോകത്തെ അറിയിക്കാൻ പറ്റുന്ന വലിയൊരു വിശാലമായ ഒരു ലോകം തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമുക്കറിയാം, അതൊരു വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഒരാള് പരാതി ഉന്നയിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി മനുഷ്യന്റെ എല്ലാ അനുദിന ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന വലിയൊരു സ്പേസ് തുറക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ സ്പേസ് തുറക്കുന്നതിന്റെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഒരു ശരാശരി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ 4 മണിക്കൂറാണ് നമ്മുടെ മൊബൈൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാകുന്നത്. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സമയമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് 4 മണിക്കൂർ മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഫിലിപ്പൈൻസുകാരാണ്. അവർ 5 മണിക്കൂർ. നമ്മൾ തൊട്ടു പുറകിലുണ്ട് 4 മണിക്കൂറായിട്ട്. അപ്പൊ അത്രയധികം സമയം നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ശരാശരി മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ 4 മണിക്കൂർ മൊബൈൽ സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലെ പ്രധാന മണിക്കൂറുകളൊക്കെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ മലയാളിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചും വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് ലോകം തുറക്കുന്ന അല്ലെങ്കിൽ സൈബർ ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അവൻ ജീവിക്കുന്നത് മിക്കവാറും 4 മണിക്കൂർ ഈ വെബ് ലോകത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സൈബർ ഇടം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വികാസം അത് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അതിന് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഒരു നെഗറ്റീവ് ഉണ്ടാകും എന്ന രീതിയിലാണ് ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ വരുന്നത്. സൈബർ ഇടങ്ങളിൽ എന്തായാലും ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. പക്ഷെ അത് അതിരുവിടുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ, അതിനെ കടിഞ്ഞാണിടാൻ ഒരു
വ്യവസ്ഥിതി ഇല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഈ സൈബർ ഇടത്തെ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നത്. അത് ഇന്ന് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം നേരത്തെ ജോർജ് പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിലെ ഉപയോഗങ്ങൾ കൂടുന്നു, വെബ് അതുപോലെ സ്ക്രീൻ ടൈം കൂടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ. പക്ഷെ അതൊരു മനുഷ്യന്റെ അവകാശത്തെയും മനുഷ്യന്റെ അല്ല, ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇപ്പൊ അറിയാം 4 മണിക്കൂറാണ് ഇപ്പൊ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് 4 മണിക്കൂറൊക്കെയാണ് ജീവിതത്തിൽ വരുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ പല ഭാഗങ്ങളും ഈ സൈബർ ഇടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ മറ്റ് പരമ്പരാഗതമായ രീതിയിൽ ക്രൈമുകൾ നടന്നു വന്നിരുന്ന ഒരു 4 മണിക്കൂർ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിന് നിലവിൽ പരമ്പരാഗതമായിട്ടുള്ള പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സമയം 4 മണിക്കൂർ ഈ സൈബർ ഇടത്തിൽ വ്യവഹരിക്കുന്ന ആളെ, അയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാനോ ഒബ്സർവ് ചെയ്യാനോ ആയിട്ടുള്ള സംവിധാനങ്ങൾ അതിനൊപ്പം വളർന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ഈ അടുത്ത കാലങ്ങളിൽ സൈബർ ക്രൈമിന്റെ കാര്യത്തിൽ ഒരുപാട് വളരെയധികം പ്രശ്നങ്ങളാണ് മുന്നിൽ കണ്ടുവരുന്നത്. നമുക്കറിയാം, ഏകദേശം പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 600 കോടി രൂപയാണ് കഴിഞ്ഞ 2024 സൈബർ ആക്രമണങ്ങളിലൂടെയും മറ്റ് രീതികളിലും 600 കോടി രൂപ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ അത്തരം വലിയൊരു വ്യാപ്തിയുള്ള ഒരു മേഖലയാണ് ഈ സൈബർ മേഖല. സാമ്പത്തികമായിട്ട് അങ്ങനെയാണെങ്കിലും തിരിച്ചാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള നിലയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 19 പേര് സൂസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. അതെല്ലാം നമുക്ക് അറിയുന്ന കണക്കുകളാണ്, അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകളാണ് ഇത്തരം കാര്യങ്ങൾ. എന്നാൽ അതിലേറെ ആളുകൾ മാനസികമായി തകർന്നു അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളിൽ തകർന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ അക്കൗണ്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇത്തരം ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് എന്താ പ്രത്യേകിച്ച് കാര്യം എന്നുള്ള ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന നിയമത്തിന്റെ ബേസിസിലാണെങ്കിലും ഒരു നല്ലൊരു അടിസ്ഥാനമുള്ള ഒരു നിയമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംശയം തന്നെയാണ്. കാരണം സോളിഡ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു വസ്തുത നിലനിൽക്കുന്നത് കൊണ്ട് സോളിഡ് എവിഡൻസുകൾ പല സമയത്തും അത് തെളിവല്ലാതായി മാറുന്ന സാഹചര്യങ്ങൾ സൈബർ ഇടങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അതിന് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെ വരുന്നതും അതിന്റെ സമയപരിധി. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സൈബർ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും അതിലൊരു നീക്കുപോക്ക് ഉണ്ടാവുക. അതല്ലെങ്കിൽ വല്ല പ്രമുഖ വ്യക്തിയായിരിക്കണം. അല്ലാതെ ഒരു സാധാരണക്കാരൻ കൊണ്ടുപോയി ചെന്ന് കൊടുത്തിട്ട് എനിക്ക് എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാനുണ്ടാവുന്ന ആ ഒരു കാലതാമസം ഈ കുറ്റവാളിയെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന ഒരു സമയമായിട്ട് വേണം കണക്കാക്കാൻ. അപ്പൊ ആ ഒരു നിയമം, അതായത് സൈബർ മേഖലയെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതേസമയം അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാത്ത രീതിയിൽ വേണം ഈ നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളതും മറ്റൊരു വസ്തുതയല്ലേ. സൈബർ നിയമങ്ങൾ നമ്മുടെ ഇവിടെ ശക്തമായി തന്നെ ഉണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് മാത്രമേ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നത്. അവിടെ സൂചിപ്പിച്ച രീതിയിൽ ഈ തെളിവുകളുടെയൊക്കെ ശക്തമായ തെളിവുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ തെളിവുകൾ കിട്ടുന്നതും ഒരു പക്ഷേ ഈ സൈബർ ഇടങ്ങളിൽ നിന്നായിരിക്കും. കാരണം നമ്മൾ ഈ സൈബർ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് നമ്മൾ അയച്ചൊരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ ഒക്കെ ഡിലീറ്റ് ചെയ്താലും പിന്നീടാണെങ്കിൽ അത് നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും അത് നമുക്ക് വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടും. അപ്പൊ അതുകൊണ്ട് തെളിവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളികൾ. ഈ ഫോണുകൾ, സൈബർ ഇടങ്ങൾ നന്നായി ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളികൾ. പക്ഷെ അത് ഈ നമ്മൾ എന്തെല്ലാം ഒരു മെസ്സേജ് അയക്കണം, എന്തെല്ലാം മെസ്സേജ് അയക്കേണ്ട, അത് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒക്കെ പ്രയാസം ഉണ്ടാക്കുമോ എന്ന് നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരു മെസ്സേജിന്റെ കാര്യത്തിനകത്തൊക്കെ അഭിപ്രായം പറയുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്തും പോസ്റ്റ് ചെയ്യാം എന്നൊരു മനോഭാവം ഉണ്ടായത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇപ്പൊ ഈ അടുത്ത നാളുകളിൽ ഈ പരാതിയും ഇപ്പൊ ഈ അറസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ അടുത്തയിടെയാണ് നമ്മളിപ്പോ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിനുശേഷം ഒട്ടേറെ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായി. നടന്മാർക്കെതിരെയും ഒരു വളരെ വ്യാപകമായ പരാതികളൊക്കെ ഉയർന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായി എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയും.
ഒരു വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അതുമായിട്ട് മുന്നോട്ട് വന്ന അവരും സൈബർ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ടെന്നുള്ളതാണ്. രൂക്ഷമായ സൈബർ ആക്രമണം. അപ്പൊ നേരത്തെ സണ്ണി പറഞ്ഞു, അതായത് ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചയക്കണം, മറ്റേ ആൾക്ക് വേദനിക്കുവോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ച്. ഇത് വേദനിക്കാൻ വേണ്ടി തന്നെയാണ് അവര് ആക്രമണം നടത്തുന്നത്. ഈ അടുത്ത നാളുകളിലൊക്കെ തന്നെയാണ് ഈ ദ്വയാർത്ഥത്തിലും അതുപോലെ തന്നെ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന രീതിയിലും അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള പരാമർശങ്ങളും വീഡിയോസും കമന്റുകളും ഒക്കെ ഇടുന്നത്. അതിനൊക്കെ ഒരു നിയന്ത്രണം സ്വമേധയാ വരുത്തുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചത് ഒരിക്കലും ഇതിനൊന്നും ഒരു കേസ് ഉണ്ടാകില്ല, കേസെടുക്കാൻ കഴിയില്ല, നടപടി ഉണ്ടാകില്ല എന്ന ഒരു ചിന്തയോടുകൂടി ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഏതായാലും ഈ 1-2 ദിവസമായി ഈ സൈബർ നിയമം ശക്തമാണെന്നും ഈ നമ്മൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായ നടപടി ഉണ്ടാകുമെന്ന ഒരു മെസ്സേജ് നൽകാൻ ഈ കഴിഞ്ഞ ദിവസത്തെ നടപടികൾ മുഖേന സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഈ സൈബർ നിയമം എത്രമാത്രം ശക്തമാണ് എന്ന് പൊതുജന മുമ്പാകെ ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇന്നലെയൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാവരും വലിയ കമന്റുകളും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ പിൻവലിഞ്ഞു. അവരൊന്നും കാണാനേ ഇല്ലാണ്ടായി. അത് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം. പൊതുജനത്തിനും ഇതൊരു മെല്ലെപ്പോക്ക് നയമല്ല, ഉടനടി നടപടി എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ്. സൈബർ മേഖലയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പൊതുജനത്തിന് കൂടി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ജോർജ് പറഞ്ഞു. അതിനകത്തൊരു കാര്യം വെച്ചാൽ ഈ പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്, എന്റെ പേര് തന്നെ കൊടുത്തോളൂ, എന്റെ പേര് ഞാൻ എന്റെ വ്യക്തിത്വം മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്, ഞാനാണ് പരാതി തന്നിരിക്കുന്നത്. സാധാരണ എന്നാന്ന് വെച്ചാൽ ഇത്തരം പരാതിയിലേക്ക് വരുമ്പോൾ ആരും അവര് വ്യക്തിത്വം അല്ലെങ്കിൽ ഞാൻ ആരാണെന്നോ എന്നും പറയാൻ ഒരു അവസരം കൊടുക്കാറില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആവുമ്പോൾ അതിന് ഇരയാകുന്നവരൊന്നും പരാതി പറയുമ്പോൾ ഒരു പരാതി അല്ലെങ്കിൽ ഒരു സ്ത്രീ നൽകി എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഇവര് എന്റെ പേര് തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് പരാതി തന്നിരിക്കുന്നത്, എന്റെ പടം കൊടുത്തോ ഒരു കുഴപ്പവുമില്ല. അപ്പൊ അങ്ങനെ ഒരു ധൈര്യപൂർവ്വം ഒരാൾ മുന്നോട്ട് വന്നതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. പക്ഷെ മുൻപൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളൊക്കെ വരുമ്പോൾ ഒരു പരാതി കൊടുക്കുന്നു, അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകാറില്ല. പക്ഷെ ഏതായാലും ഈ കാര്യത്തിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു സമീപനം ഉണ്ടായി എന്നത് നമ്മൾ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ മറ്റു പല കാര്യങ്ങളിനകത്തും ഇത്തരത്തിലുള്ള ഒരു ചടുലത ഉണ്ടാകാറില്ല എന്നതാണ് ഒരു വസ്തുത. അതായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു രക്ഷയാകുന്നതും കവചമായി മാറുന്നതും എന്ന് തോന്നുന്നു. അതെ, പെട്ടെന്നൊന്നും തീർപ്പാവുന്ന ഒരു കാര്യമല്ല സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉണ്ടാവുന്ന പരാതികൾ എന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ. പിന്നെ നമ്മുടെ പിന്നെ ഈ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ പോലീസിന്റെ ഒരു സാങ്കേതിക വിദ്യയൊന്നും അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല എന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇപ്പൊ സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഓരോ ജില്ലകളിൽ ഓരോ സ്റ്റേഷനേ ഉള്ളൂ. അത് പോരെ, ഇപ്പൊ നമുക്ക് ഈ 14 ജില്ലയിൽ 14 പോലീസ് സ്റ്റേഷൻ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞ സൈബർ കുറ്റകൃത്യങ്ങൾ, ആക്ഷേപങ്ങൾ, പരാതികളൊക്കെ ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോൺ അല്ലെങ്കിൽ 2 ഫോൺ ഒക്കെയാണ് ഇരിക്കുന്നത്. അത് വ്യാജ ഐഡിയ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് പലതരത്തിലുള്ള വ്യക്തിഗതികളാണ് നടക്കുന്നത്. അപ്പൊ അതിന് കുറെ കൂടി കാര്യക്ഷമമായ ഒരു സംവിധാനങ്ങളാണ് വേണ്ടത്. നിയമവും അതേസമയം തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിനകത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ശക്തമായൊരു നിയമം ഇതിനകത്തുണ്ട്. നടപടി എടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണത്. മനസ്സ് വെച്ച നടപടി അതെ, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സൈബർ ഏരിയകളിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇടപെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് സൂചന നൽകുന്നത്. അതായത് വളരെ ഗൗരവമായിട്ടുള്ള നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ ചില സന്ദേശങ്ങൾ പോലും നമ്മളെ ജയിലിനകത്തേക്ക് ആക്കാൻ വിധത്തിൽ പര്യാപ്തമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമാണ് ശരിക്കും. അപ്പൊ അതൊരു മുന്നറിയിപ്പാണ്. ഒപ്പം നമുക്കറിയാം സൈബർ ക്രൈമിനെ സംബന്ധിച്ച് സ്റ്റേറ്റുകളുടെ ഇടയിൽ കേരളം ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. കേരളത്തിനാണ് അതിന് മറ്റ് സ്റ്റേറ്റുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ സൈബർ ക്രൈമിനുള്ള പോലീസിൽ നിന്നുള്ള ഇത് ബഹുമതി നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ് നടപടിയുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് കേസുകൾ ഇപ്പോഴും പെൻഡിങ് ആണ്.
എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ കാര്യത്തിൽ തിടുക്കത്തിലല്ല വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചു എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ മറ്റ് പല കേസുകളിലും ഇത്തരം ഒരു സ്പീഡോ അല്ലെങ്കിൽ ജാഗ്രതയോ ഒന്നും കാണുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ സന്യസ്തർക്കെതിരായിട്ടുള്ള ഒരുപാട് പരാതികൾ വന്നിരുന്നു, ഒരുപാട് സൈബർ അറ്റാക്കുകൾ നടന്നു. പക്ഷെ ഇതിനകത്തൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ പല വിഭാഗങ്ങളിലും ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ചില ആളുകളുടെയും ചില താല്പര്യക്കാരുടെയും ആളുകളുടെ നടപടികൾ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു എത്രത്തോളം ഗുണകരമാണെന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് സൈബർ ക്രൈം എന്നുള്ള ഒരു ലോകം വളരെ ഫാസ്റ്റായിട്ട് വളരെയാണ്. അപ്പൊ അതിനൊപ്പം തന്നെ നമ്മുടെ സംവിധാനങ്ങളും വളർന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് വ്യക്തമാണ്. അതെ, ഒന്ന് പിടിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പൊ തന്നെ ഒരു കടിഞ്ഞാൺ ഇട്ടില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് അല്ലെങ്കിൽ വരും നാളുകളിലേക്ക് എന്തായാലും അതൊരു വൻ ഭീഷണിയായിട്ട് തന്നെ അത് മാറാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അപ്പം സർക്കാർ അതിനനുസരിച്ചുള്ള നടപടികൾ അല്ലെങ്കിൽ ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ആ സ്ട്രിക്ട്നെസ് എല്ലാം കൂട്ടിയില്ല എങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമായി ബാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്റ്റേറ്റുകളേക്കാൾ കൂടുതൽ ഇത് നടക്കാനുള്ള സാധ്യതയുള്ള ഏരിയയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതല്ലേ, നമ്മൾ ഈ ഫോൺ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളികൾ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ കുറ്റകൃത്യങ്ങളൊക്കെ കൂടുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം, ഒരാളുടെ വസ്ത്രധാരണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ശരീരഘടനയുടെ പേരിലോ നമുക്ക് അവരെ ആക്ഷേപിക്കാനുള്ള അധികാരമുണ്ടോ അവകാശമുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതിനകത്തൊക്കെ പറയുന്നത്, അവരുടെ വസ്ത്രധാരണം ശരിയായില്ല, അതിന്റെ പേരിലാണ് കമന്റുകൾ വരുന്നു. അതിപ്പോ നമുക്കറിയാം, ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴും പറയുന്ന ഒരു കാരണം പറയുന്ന ഇതായിരിക്കും, ഇന്ന ആളുടെ വസ്ത്രധാരണം ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ശരിയായിരുന്നില്ല, സംസാരം ശരിയായിരുന്നില്ല, അവരുടെ നോട്ടം ശരിയായിരുന്നില്ല, അതിന്റെയൊക്കെ പേരിലാണ് ഇങ്ങനെയൊക്കെ പീഡനമൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ ഇതിന്റെ സൈബർ കേസിനകത്തൊക്കെ വരുമ്പോഴും കാണുന്നത്. അതൊക്കെ ഈ ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അതിനുള്ളൊരു വഴിയെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മൾ എപ്പോഴും ഇതിനകത്തൊക്കെ ഒരു സ്വമേധയ ഒരു സ്വന്തം ഒരു പരിമിതി വരുത്തുക എന്നതാണ്. ഇതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ രീതിയിലാണ് എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്, എത്രമാത്രം ആളുകളുടെ ജീവൻ ഇതിന്റെ പേരിൽ ഈ സൈബർ അതിക്രമങ്ങളുടെയൊക്കെ ആക്ഷേപങ്ങളുടെയൊക്കെ പേരിൽ എത്രയോ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്നേ വരെ പുറത്തു വരുന്നില്ല. അതാണ്, അതായത് അവര് ആ ആത്മഹത്യ ചെയ്ത ആ വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണത്. അത് അപ്പൊ തന്നെ ആ കേസ് ക്ലോസ് ചെയ്യുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അതിലൊരു തുടർ നടപടികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ ആത്മഹത്യയിലേക്ക് അവരെ പ്രേരിപ്പിച്ച ആ ഫാക്ടറിനെ കണ്ടെത്തി അതിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഒന്നും തന്നെ ആരും തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ്. ഇതിനകത്ത് പലപ്പോഴും ഈ സ്ത്രീകളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഇരകളാകപ്പെടുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൂടുതൽ ഇരകളാകുന്നത്, ഈ സൈബർ ഇടങ്ങളിലൊക്കെ ആക്ഷേപങ്ങൾക്ക്. അതെ, ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ പലരും സൈബർ മേഖലയിൽ നിന്ന്, അതായത് സൈബർ ഇടങ്ങളിൽ നിന്ന് പിൻവലിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അക്കൗണ്ട് വരെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ജീവിക്കാനാണ് മിക്കവരും തന്നെ ശ്രമിക്കുന്നത്. ഒരു സൈബർ സാക്ഷരത വേണം എന്നാണ് തോന്നുന്നത്. സൈബർ സാക്ഷരത, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്തെല്ലാം പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് പലപ്പോഴും ഈ നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കമന്റുകൾ കൂട്ടിച്ചേർക്കുന്നതുണ്ട്. ഇതെല്ലാം പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ദോഷകരമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്ന് നമുക്ക് ഒരു എനിക്ക് സൈബർ സാക്ഷരത കേരളത്തിലുള്ളവർക്ക് ഇല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം എന്തിനെ കുറിച്ചും ഒരു ഗ്രാഹ്യമുള്ള ഒരു അത്തരത്തിലുള്ള ബോധമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഫോണിന്റെ ഉപയോഗം എങ്ങനെ വേണം, അല്ലെ IT തരത്തിലുള്ള അറിവില്ലായ്മ എന്നല്ല, ഈ മിസ്യൂസ് ചെയ്യുന്നതിന് കാര്യത്തിനകത്ത് നമ്മൾ ആക്ഷേപം ഉയർത്തുന്ന കാര്യത്തിനകത്തൊക്കെ എന്തുമാത്രം ആക്ഷേപം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവര്. ഇന്ന് ആ വ്യക്തിക്ക് കൊള്ളണം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറി, ഇപ്പൊ നേരത്തെ ജോർജ് പറഞ്ഞ പോലെ സന്യസ്തർക്ക് കൊള്ളണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതിരൂക്ഷമായ രീതിയിലുള്ള ആക്ഷേപങ്ങളും അതുപോലുള്ള വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്.
കൊള്ളാൻ വേണ്ടി തന്നെയാണ്. അതാണ് നമ്മൾ സൈബർ ആക്രമണത്തിലേക്കും സൈബർ കുറ്റകൃത്യമായിട്ടും ഒക്കെ പറയുന്നത്. അപ്പം അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന, ബോധ്യത്തോടു കൂടി തന്നെ ചെയ്യുന്നത്, അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ സാക്ഷരത ഇല്ലാത്തത് കൊണ്ടല്ല, പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. അത് നിയമപരമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന്, നമ്മുടെ വീട്ടിലൊരു സഹോദരിക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അനുജത്തിക്ക് ഒരു പ്രയാസം വരുമ്പോഴേ നമുക്ക് വേദനിക്കുകയുള്ളൂ. മറ്റുള്ളവർക്കിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ നമ്മളെ അത്രമാത്രം ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു വിനോദമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ആരെങ്കിലും ഒരു കമന്റിനകത്ത് നമ്മൾ കൂടുതൽ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കുന്നു, വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അതൊന്നും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ അല്ല എങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേ നമുക്കത് പ്രയാസം ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് മറ്റുള്ളവരും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നിയമം മുഖേന ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ നിയമം മുഖേന ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവനെതിരെ ചിലപ്പോൾ പോലീസ് കേസെടുക്കും, ചിലപ്പോൾ നടപടി എടുക്കും എന്നുള്ള സത്യം തന്നെ. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസേന ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരാളോ രണ്ടുപേരൊന്നും അല്ല. ഒരു കുറ്റകൃത്യം നടക്കുന്നു, ഇപ്പൊ കേരളത്തിൽ ഒരു കുറ്റകൃത്യം നടക്കുന്നു പറയുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട്. ഇത് ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ കമന്റുകളും അഭിപ്രായങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരുടെയും കയ്യിൽ 2ഉം 3ഉം ഫോണും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഈ സൈബർ ഇടങ്ങളിലെ ഏറ്റവും കൂടുതൽ, നേരത്തെ പറഞ്ഞതുപോലെ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. പുരുഷന്മാര് അതെല്ലാം അതൊരു സ്പിരിറ്റോട് കൂടി എടുക്കുന്നു, ഓക്കെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയരാകുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ വസ്ത്രധാരണം എന്ന് പറയുന്നതുണ്ട്. അത് വസ്ത്രധാരണത്തിൽ ഒരു മിതത്വം പാലിച്ചാൽ നല്ലതാണ്. അതേസമയം തന്നെ വസ്ത്രധാരണം കൊണ്ട് മാത്രമാണ് ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് എന്നൊന്നും നമ്മൾക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. ഒരു വ്യക്തി ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചാലും അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ല കാര്യമായിട്ടല്ല തോന്നുന്നത്. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കും ഉള്ളതാണ് എന്ന് കരുതി എന്തും വിളിച്ചു പറയാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നടക്കാം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു സമവായത്തിൽ എത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അല്ല, ഇതിനകത്ത് പറഞ്ഞ പോലെ ഒരു ഏതൊക്കെ അതിർത്തികൾ എവിടെയാണെന്ന് നിശ്ചയിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതുതരം വസ്ത്രം ധരിച്ച ചിത്രങ്ങളായിരിക്കും നമ്മൾ പുറത്തു വിടേണ്ടത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ നാട്ടുകാർ കാണേണ്ടത്, ഏതൊക്കെ അഭിപ്രായങ്ങളായിരിക്കണം നമ്മൾ പുറത്തു വിടേണ്ടത്, ആരോടൊക്കെ ഉപദ്രവം ഉണ്ടാവുക, ഉപദ്രവം ഇല്ലാത്ത അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ സൈബർ ഇടത്തിൽ പെരുമാറുന്ന ആളുകൾ കൃത്യമായൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. ഇതിനകത്ത് നമുക്കറിയാം പല വീഡിയോകളും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതുപോലും നമ്മളെ അകത്ത് പിടിച്ചിടാൻ പറ്റുന്ന ഒരു കാരണമായിട്ട് മാറ്റപ്പെടുകയാണ്. ഇത് നമ്മൾ നിരുപദ്രവം എന്ന് കരുതുന്ന പല വീഡിയോകളായിരിക്കാം, പക്ഷെ അത് മറ്റു പല രീതിയിൽ പലരെയും ഉപദ്രവിക്കുന്നു, പലർക്കും ദോഷം ചെയ്യുന്നതായിരിക്കാം. ആ രീതിയിലൊക്കെ നമ്മൾ ഒരു കുറ്റവാളിയായി മാറ്റപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ കേരള പോലീസ് ഇത്തരം അവബോധ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ വീഡിയോകളും ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം ക്രൈംസിനെ കണ്ടുപിടിക്കാനൊക്കെയുള്ള അത്യാധുനിക നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം ഇത് ഫലപ്രദമാവുന്നുള്ളതിന് കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അതിലേറെയാണ് കുറ്റകൃത്യങ്ങളും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ ആരും, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ സൈബർ കേസിനകത്ത് പലപ്പോഴും ഈ പരാതി നൽകാൻ ആരും അധികം പേര് മുന്നോട്ട് വരുന്നില്ല എന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവർ, പെൺകുട്ടികളടക്കമുള്ളവർ ഈ പോലീസിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കാനൊന്നും കുറവാണ്. ആ ഒരു സൗകര്യമാണ് പലപ്പോഴും പലരും മിസ്യൂസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾക്ക് നേരത്തെ തന്നെ അത് ബ്ലോക്ക് ചെയ്യായിരുന്നില്ലേ, അങ്ങനെയുള്ള ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മള് സ്ത്രീകൾ മോശക്കാരാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പലരും എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ നമ്പർ മാറ്റുക, അല്ലെങ്കിൽ അക്കൗണ്ടും ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രാഥമികമായിട്ടുള്ള വിലക്കുകൾ അവനവൻ തന്നെ അവനവനിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതായിട്ട് തോന്നുന്നു.
ഇതിനകത്ത് പലപ്പോഴും നമുക്കറിയാം, ഇപ്പൊ പരാതി കൊടുത്താൽ ഇപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടായിരിക്കാം. ഇപ്പൊ പരാതി കൊടുത്തതിന് നടപടിയില്ല, മാത്രമല്ല നമ്മൾ വീണ്ടും അവഹേളിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിഴക്കപ്പെടുക എന്നുള്ളൊരു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നടപടികൾ കുറച്ച് ഊർജം പകരുന്നതാണ്. ഇതിലൊരു നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളൊരു കരുത്ത് പകരുന്ന ഒരു തീരുമാനങ്ങളും നടപടികളാണ്. കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും സംവിധാനവും ഇന്ന് ഉണ്ട് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അത് ശരിക്കും സർക്കാരും പോലീസും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ചില വ്യക്തികളുടെ കാര്യങ്ങളിൽ മാത്രമാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സൈബർ കുറ്റകൃത്യങ്ങൾ ഒരു ദിവസം തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും പുറത്തോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇനി അത് പരാതിയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ തന്നെ ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിന്നതിന് ശേഷമാണ് അതിനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യമാണ് നമുക്ക് മാറിക്കിട്ടേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്ന ഈ പ്രശ്നം പോലെ ഒരു 5-6 കേസ് പെട്ടെന്ന് തന്നെ തീർപ്പാക്കിയിട്ടുണ്ട് എങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ കുറ്റകൃത്യങ്ങൾ കുറയും. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പരാതി പറയാനുള്ള ആ ഒരു ആർജവം സ്ത്രീ സമൂഹത്തിനാണെങ്കിലും അല്ലെങ്കിൽ ആരാണോ ഇതിന് ഇരയാക്കപ്പെടുന്നത് അവർക്കൊരു ധൈര്യമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു കാര്യക്ഷമത ഇപ്പൊ കാണിച്ചിട്ടുള്ള ആ എനർജിയും ആ ഉത്സാഹവും എല്ലാം തന്നെ സർക്കാരും പോലീസും തുടർന്നുള്ള കേസുകളിലും ഉണ്ടാവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സൈബർ ലോകത്ത് തന്നെ, അതായത് കേരളത്തിലെ ഒരു സൈബർ പശ്ചാത്തലത്തില് സൈബർ സാക്ഷരതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റം വരും. ഒരു സൈബർ പക്വത എന്ന് പറയുന്ന ഒരു സംഭവം ജനങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു നമ്മുടെ കേരളത്തിലെ സൈബർ ഇടത്തിൽ ഒരു ശുദ്ധീകരണം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ കേസ് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന തുടർ നടപടികളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഈ കേസ് തന്നെ നോക്കിയോ, ഇതിപ്പോ ഇന്നോ നാളെ 2-3 ദിവസം കൊണ്ട് ഈ കേസ് അങ്ങ് തീരും. കേസ് തീരുമെന്ന് വെച്ചാൽ കേസ് കോടതി കിടക്കും. പക്ഷെ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് നടപടി ഉണ്ടാകുന്നു, അതൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. നമ്മുടെ ഒരു നടപടിക്രമം അനുസരിച്ച്, കോടതിയുടെ ഒരു നടപടിക്രമം അനുസരിച്ച് ഇത് വർഷങ്ങൾ എടുക്കും. പക്ഷെ ആരും പിന്നീട് ഇതിന്റെ ഒന്നും പുറകെ നടക്കാൻ ആരും തയ്യാറാവില്ല. അവിടെയാണ് ഈ നിയമത്തില് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതായത് അതിവേഗത്തിൽ ഈ കോടതി കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കണം എന്ന് പറയുന്ന ഒരു ആശയം വർഷങ്ങളായിട്ട് തന്നെ, അതിപ്പോ സാധാ കേസിൽ സൈബർ ആക്രമണങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ കാര്യം മാത്രമല്ല, ഏതൊരു കേസിലാണെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അതെ, അപ്പം വർഷങ്ങളായിട്ട് തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഈ കോടതി നടപടികളിൽ പെട്ടെന്നൊരു മാറ്റം. അതായത് പെട്ടെന്ന് കോടതി തീർപ്പുകൾ കൽപ്പിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു നിയമ സംവിധാനം കൊണ്ടുവരണം എന്ന് വർഷങ്ങളായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു കാര്യങ്ങളിലും ആ ഒരു മെല്ലെപ്പൊക്ക് നയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബറിലെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സംവിധാനത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ കുറ്റകൃത്യങ്ങൾ കുറയാനാണ് സാധ്യതയുള്ളത്. ഏതായാലും ഇനി കുറച്ച് നാളത്തേക്ക് ഏതായാലും നമ്മുടെ നാട്ടില് ഈ സൈബർ ഇങ്ങനെ ആക്ഷേപങ്ങളും പരാമർശങ്ങളൊക്കെ കുറയുമെന്ന കാര്യത്തിൽ അതെ, ഒന്ന് ഒരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കമന്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും, ഇത് അകത്ത് പോകാൻ പറ്റുന്ന കാര്യമാണോ അതോ ദോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. തീർച്ചയായും അതിനൊരു അവസരമായി ഈ ഒരു കേസ് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ മറ്റുള്ള കാര്യത്തിനകത്തും ഇതേപോലെ ഒരു വേഗതയും ഒക്കെ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സൈബർ ഇടങ്ങൾ സുരക്ഷിതത്വമുള്ള ഇടങ്ങളായി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറെ ഉപകാരപ്രദമായ ഒരു മേഖലയാണ് സൈബർ മേഖല. ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. നടപടികൾ കർശനമാക്കുക വഴി ഇത്തരം കുറ്റകൃത്യങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തടയാൻ സാധിക്കും. നിയമം കൊണ്ട് മാത്രം ഇതിന് ഒരു തടയിടാൻ സാധിക്കും എന്ന് കരുതുന്നില്ല. അതേസമയം തന്നെ പൊതുജനം ഈ ഒരു കാര്യത്തിൽ ഒരു സൈബർ പക്വത പാലിക്കേണ്ടതായിട്ടുണ്ട്. നിയമ സംവിധാനങ്ങളും പോലീസും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ നിലനിൽക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ ചടുലമായ നടപടികൾ എടുക്കുകയാണെങ്കിൽ സമൂഹത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.